അപ്പൊ നേരത്തെ ഒരു വീഡിയോ ഇട്ടിരുന്നു, അത് സംബന്ധിച്ച് മറ്റു കാര്യങ്ങൾ പറയാം. ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് എന്തുകൊണ്ടാണ് വർക്ക് ചെയ്യാത്തത് എന്നുള്ളതില്. അപ്പൊ ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് ഡിലീറ്റ് ആയതോ അല്ലെങ്കിൽ ബാൻ ആയതോ അല്ല. കാരണം എന്താ വെച്ചാൽ ഒരു എറർ മാത്രമാണ്, അത് ടെക്നിക്കൽ എറർ ആണ്. കുറെ ആൾക്കാർക്ക് സ്റ്റോറി ഇടാൻ കഴിയുന്നില്ല, കുറെ ആൾക്കാർക്ക് മെസ്സേജ് അയക്കാൻ കഴിയില്ല, കുറെ ആൾക്കാർക്ക് പലരും പല രീതിയിലാണ് ഒരു എന്താ പറയാ. അപ്പൊ ആരും ഇത് ചിലവർക്ക് ലോഗൗട്ട് ചെയ്താണ് ഫോർഗോട്ട് പാസ്വേഡ് ഒക്കെ അടിക്കുന്നത്. അതിന്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ. ജസ്റ്റ് പെട്ടെന്ന് തന്നെ വരും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റഗ്രാം, ത്രെഡ്, ഫേസ്ബുക്ക് ഇതെല്ലാം മെറ്റയുടെ സംഭവങ്ങളാണ്. ഇനി മെറ്റ എങ്ങാനും മെറ്റയുടെ മുതലാളി ഉണ്ടല്ലോ, എന്താണ് പേര്, മൂപ്പരെങ്ങാനും വല്ല കല്യാണത്തിന് എന്തോന്നൊക്കെ പോയി എന്നൊക്കെ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഏതായാലും ചുരുക്കം പറയുകയാണെങ്കിൽ നിങ്ങൾ അത് ലോഗൗട്ട് ചെയ്തിട്ട് ഫോർഗോട്ട് പാസ്വേഡോ കാര്യങ്ങളോ അടിക്കാൻ നിൽക്കണ്ട, വന്നോളും. ലോകം മൊത്താകെ പോയിട്ടുണ്ടെന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞാൽ. ഏതൊക്കെ രാജ്യങ്ങളിൽ കിട്ടുന്നുണ്ടെങ്കിൽ പറയണം. കാരണം നമ്മളെ ഇന്ത്യയിൽ അതിൽ കിട്ടുന്നില്ല എന്ന് മനസ്സിലായി, യു എയിൽ കിട്ടുന്നില്ല, സൗദിയിലും കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് രാജ്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. മൊത്തം പോയി കാണും. ഏതായാലും കുഴപ്പമില്ല, എല്ലായിടത്തും പോയിട്ട് വലിയ പ്രശ്നമില്ല. അപ്പൊ ആരും ഒറ്റയ്ക്ക് പോസ്റ്റ് ഇട്ടാണ്ട് ലൈക്കോ ഷെയറോ ആരും കൂട്ടുന്നില്ല. പിന്നെ പറയാനുള്ള കാര്യങ്ങള് സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരോട് പറയാണ്. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഇത് ഇന്ന് ഒരു രാത്രി ഉറങ്ങി നാളെ എണീക്കുമ്പോൾ ചിലപ്പോൾ മൊത്തമായിട്ട് ഡിലീറ്റ് പോകും. ഈ സാധനം വെച്ചിട്ട് കുറെ ആൾക്കാർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ കുറച്ച് ജാഡറ്റ് നടക്കുന്ന കുറച്ച് ആൾക്കാരോട് പറയാനുള്ള കേട്ടോ. ഒരു ഉദാഹരണം പറഞ്ഞാൽ 2020 ടിക്ടോക്ക് ഇതേപോലെ ഇന്ത്യയിൽ കത്തി നിൽക്കുന്ന സമയമായിരുന്നു. 2020 ടിക്ടോക്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞാണ് 2,55,000 ഫോളോവേഴ്സ് നമുക്ക് അന്ന് ഉണ്ടായിരുന്നു. അതായത് നമ്മളെ ഫേസ്ബുക്കിനേക്കാളും ഫോളോവേഴ്സ് നമുക്ക് അന്ന് ടിക്ടോക്കിൽ ഉണ്ടായിരുന്നു. അതായത് ടിക്ടോക്ക് തന്നെ തരംഗമായിരുന്നു. അതായത് ടിക്ടോക്ക് വന്നതോടുകൂടി യൂട്യൂബിൽ ആളില്ല, ഇൻസ്റ്റഗ്രാം റീലൊന്നും ഇല്ല, ആ ഒരു ഇതായിട്ട് വന്നില്ല. ആ ടൈമിൽ ടിക്ടോക്കിൽ മാത്രം ആൾക്കാർ, ടിക്ടോക്ക് മാത്രമായിരുന്നു അതിലുള്ള ആളുകൾ ചാനലിൽ വരിക. അതെ, അതിലുള്ള ടിക്ടോക്ക് മാത്രം ഹാൻഡിൽ ചെയ്തിരുന്ന ആൾക്കാര് ഒരു സുപ്രഭാതത്തിൽ നമ്മൾ ടിക്ടോക്ക് പോയ സമയത്ത് ഒന്നും അല്ലാതെ സീറോയിലേക്ക് പോയി. ഭയങ്കരമായ സങ്കടവും കാര്യങ്ങളൊക്കെ ആയിരുന്നു അവർക്ക്. അപ്പൊ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു പാഠം എന്താ വെച്ചാല്, ഈ ഇൻഫ്ലുവൻസർ ആയിട്ടോ അല്ലെങ്കിൽ ഇതേപോലെ വീഡിയോ ചെയ്യുന്ന ആൾക്കാരൊക്കെ ചെയ്യേണ്ടത് എല്ലാ സോഷ്യൽ മീഡിയയിലും നമ്മളെ പോസ്റ്റുകൾ പബ്ലിഷ് ചെയ്യണം. ഇപ്പം ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, ഫേസ്ബുക്ക്, പിന്നെ അതുപോലെ തന്നെ ത്രെഡ്, ഇതേപോലെ എന്തൊക്കെയാണോ അതിലൊക്കെ ഹാൻഡിൽ. കാരണം ഏത് നിമിഷവും ഇത് നഷ്ടപ്പെടാം. പിന്നെ ഇത് ഉണ്ട് എന്ന് കരുതിയിട്ട് നമ്മൾ അഹങ്കരിച്ച് നടക്കാൻ നിൽക്കണ്ട. ഇതൊക്കെ ഒരു ചെറിയൊരു നിമിഷം കൊണ്ട് നമുക്ക് ബാൻ വരാം, അല്ലെങ്കിൽ പോവാം, അല്ലെങ്കിൽ ഡിലീറ്റ് ആവാം, അല്ലെങ്കിൽ ഹാക്ക് ആവാം, എന്ത് സംഭവിക്കാം. അതുകൊണ്ട് തന്നെ ഇത് നമ്മളുടെ ഒരു മാർഗം, അല്ലെങ്കിൽ ഇത് നമ്മൾ രക്ഷപ്പെട്ടു, ഇനി നമുക്ക് ഒന്നുമില്ല എന്ന് തോന്നുന്നവർക്കൊക്കെ ഇടയ്ക്കൊരു ഓർമ്മപ്പെടുത്തലിന് മാത്രം ഉള്ള ഒരു സംഭവം മാത്രമായിട്ടാണ് ഇതിനൊക്കെ നമ്മൾ നോക്കിക്കാണ്ട്. ചിലപ്പോൾ ഉണ്ടല്ലോ ചില മരണങ്ങൾ നമ്മളെ മരണത്തെ ഓർമ്മപ്പെടുത്തും എന്നുള്ളത്. അതേപോലെ തന്നെ അതേപോലെ ഈ സംഭവങ്ങൾ ഡിലീറ്റ് ആയി പോവാന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ കരുതണ്ട കേട്ടോ. അതൊന്നും അല്ല, ഒരു സുപ്രഭാതത്തിൽ ഇതൊക്കെ നഷ്ടപ്പെടാം, ചിലപ്പോൾ നാളെ തന്നെ നമ്മളായിട്ട് പോകേണ്ടി വരും എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഇതിപ്പോ തൽക്കാലം ഒരു ചെറിയൊരു എറർ മാത്രമാണ് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നില്ല. ഷാഹിദ ഇവിടെ നമ്മൾ വിചാരിക്കും എല്ലാ സംഭവവും ടിക്ടോക്ക് ഇന്ത്യയിൽ നിരോധിച്ച മാതിരി എല്ലാം നിരോധിക്കും. പണ്ട് സൗദി അറേബ്യ വാട്സപ്പ് നിരോധിച്ചിട്ടുണ്ട്. ഇത് നമ്മളെ ഷാഹിദ് മാനിക്കോത്ത്, പിന്നെ ഇവിടെ കുറെ വ്ളോഗേഴ്സ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളുള്ളത് യു എയിലാണ്. യു എയിൽ ഷാർജയിലാണ്, റോളയിലാണ് നമ്മൾ താമസം. പിന്നെ യു എയിൽ അബുദാബി, അതേപോലെ തന്നെ ദുബായ്, എല്ലാ എമിറേറ്റ്സിലും നമ്മൾ വന്നിട്ടുണ്ട്. ഷാഹിദ് മാനിക്കോത്ത് ഇവിടുത്തെ ടിക്ടോക്കർ, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമർ ഒക്കെയാണ്. ഫേസ്ബുക്കില്, ഇൻസ്റ്റാഗ്രാമില്, ടിക്ടോക്കില് ഫേമസ് ആളാണ്. യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിൽ 2 മണിക്കൂർ ഇല്ല കേട്ടോ. പോയി. അപ്പൊ എന്തായാലും സന്തോഷം. ഇതൊക്കെയാണ് നേരത്തെ ഫുള്ളായിട്ട് പറയാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് ഒരു വീഡിയോ ചെയ്തു മാത്രമേ ഉള്ളൂ. ബൈ.